എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ചില ശബ്ദരേഖകൾ അത് പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പക്ഷേ ആധികാരികത കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടി സ്വീകരിക്കും. ഒരിക്കലും പാർട്ടി കുറ്റാരോപിതരെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. പക്ഷെ അതേ സമയത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും വേണം. ഇപ്പോൾ ഇവിടെ ഇതുവരെയായിട്ട് ആരും ഒരു പരാതി ഔദ്യോഗികമായിട്ട് നൽകിയിട്ടില്ല. എന്നാൽ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാം. അത് പൂർണ്ണമായിട്ടും അവരന്വേഷിക്കട്ടെ. പക്ഷേ ഏതായാലും പാർട്ടി ഇക്കാര്യം വളരെ ഗൗരവത്തിൽ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് പാർട്ടി ഒരു നടപടി സ്വീകരിച്ചു. ഈ പാലക്കാട് മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്ന് അങ്ങയുടെ അടക്കം പേര് അന്ന് പരിഗണിച്ചിരുന്നതാണ്. DCC അടക്കം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഈ പരാതികളൊക്കെ ഉയർന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തിയിരുന്ന ഈ ഒരു പ്രതിസന്ധിയിലേക്ക് വരുമായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞുപോയി, ചാപ്റ്റർ കഴിഞ്ഞുപോയി. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ പക്വതയോടുകൂടി ഈ നിലപാടെടുത്തിരുന്നെങ്കിൽ ഏകപക്ഷീയമായ പല തീരുമാനങ്ങളുടെ ഒരു പരിണിത ഫലമല്ലേ അല്ലാതെ ഇപ്പോൾ നമുക്ക് ആർക്കും ആരെക്കുറിച്ചും ഒരു എന്താണ് മുൻകൂട്ടി ഒരു ധാരണയ്ക്കുള്ള സാധ്യതകളില്ല. ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അതൊക്കെ ഈ രോഗം പുറത്തു വരുമ്പോഴല്ലേ അറിയുള്ളൂ. പാർട്ടി ഒരു വിശാലമായുള്ള സമീപനം സ്വീകരിച്ചു. കഴിഞ്ഞ ഇലക്ഷനിൽ നല്ലൊരു ചെറുപ്പക്കാരനാണ്, ഭാവിയുള്ള ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തിയെ നിയമസഭയിൽ എത്തിക്കണം എന്ന് പാർട്ടിയുടെ ഒരു വികാരമായിരുന്നു. അതനുസരിച്ചാണ് പാർട്ടി അന്ന് ആ തീരുമാനമെടുത്തത്. അന്നത്തെ സാഹചര്യത്തിൽ ആ തീരുമാനം ശരിയായി. പക്ഷേ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇങ്ങനത്തെ ഒരു സീൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു നയം. ഈ അനുഭവ പരിചയമുള്ള നേതാക്കൾ പലതും പലവട്ടം പല കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഈ വ്യാജ ID കാർഡ് വന്നപ്പോൾ ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട്. പക്ഷേ അത് ഏകപക്ഷീയമായ ഒരു ഭാഗം മാത്രം കേട്ടതിൻ്റെ പരിണിത ഫലമാണെന്നുള്ളൊരു ചർച്ച സജീവമായി വരുന്നുണ്ട്. അതല്ല അന്ന് എടുത്തൊരു തീരുമാനം കൂടുതൽ ചെറുപ്പക്കാർ ഈ ഫീൽഡിലേക്ക് വരണം. നമ്മളൊക്കെ എന്താ പറയേണ്ടത്, ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും മാറിയേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് പകരം പുതിയ ആളുകൾ വരണം. അതിൻ്റെ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഇങ്ങനെ തീരുമാനം പാർട്ടി എടുത്തത്. അത് സതുദ്ദേശത്തോടെ പാർട്ടി എടുത്ത തീരുമാനം. പക്ഷേ അതിന് ഇങ്ങനൊരു പരിണാമം ഉണ്ടാവും എന്നാലും പ്രതീക്ഷിച്ചതല്ല. ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം കോൺഗ്രസ് ഭയക്കുന്നുണ്ടോ? അതിൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ BJPയുടെ MLA വേണമെന്ന് LDFന് നിർബന്ധമില്ലെങ്കിൽ BJP ജയിക്കാൻ പോകുന്നില്ല. പാലക്കാട് ജയിക്കില്ല, പക്ഷേ പലയിടയ്ക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ബൈ ഇലക്ഷൻ ഇപ്പോൾ അനാവശ്യമാണ് എന്നുള്ള ചിന്താഗതിയാണ് മൊത്തത്തിൽ കേരളത്തിലുള്ളത്. ഈ KMI വരുത്തിവെച്ച വിനയം എന്ന് പറഞ്ഞ ഒരു സംസാരമുണ്ട്. അതായത് പാലക്കാട് നിന്ന് ഒരാളിനെ കൊണ്ടുപോയി വടകര മത്സരിപ്പിച്ചു, അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു, പിന്നെ ഇങ്ങനെയെല്ലാം വിഷയമെല്ലാം ഉണ്ടാകുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയി ഉപതെരഞ്ഞെടുപ്പ് വിലയ്ക്ക് സാഹചര്യങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നത് അതല്ല, എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയും? ഇതുപോലത്തെ വിഷയങ്ങൾ എങ്ങനെയാണ് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുക? ആരെവിടെയൊക്കെ മതിലിയാടുന്നത് ആർക്കറിയാം? ഈ രാജിയാണ് നിലവിലെ പ്രധാന പ്രശ്നം. അതായത് MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. അല്ല, അതിൽ പാർട്ടി ഒരു നയം സ്വീകരിക്കും. ഞങ്ങൾ ഒരിക്കലും ഇപ്പം നിലവിൽ നിയമസഭയിലുള്ള ചിലരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അത് മാറ്റി നിർത്തുന്നില്ല.